പ്രവാസലോകത്തെ വാർത്തകൾ. സൗദിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള പ്രത്യേക ലൈസൻസ് ഫീസ് ഇനി അടയ്ക്കേണ്ടതില്ല. സൗദി നഗരസഭ ഭവന നിർമ്മാണ മന്ത്രാലയമാണ് ബിസിനസ് മേഖലയ്ക്ക് ഏറെ ആശ്വാസകരമായ ഈ പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത്. സൗദി അറേബ്യയിലെ 24 മണിക്കൂറും പ്രവർത്തിക്കാൻ അനുമതിയുള്ള വിവിധ സ്ഥാപനങ്ങളെ പ്രത്യേക ലൈസൻസ് ഫീസ് അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കി സൗദി നഗരസഭാ ഭവന നിർമ്മാണ മന്ത്രാലയമാണ് ഈ പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത്. ഫീസ് ഇളവുകൾ നൽകുന്നതിനൊപ്പം തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കായി ചില പുതിയ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരപരിധിക്ക് പുറത്തുള്ള പെട്രോൾ പമ്പുകൾ, സർവീസ് സെന്ററുകൾ, ഹോട്ടലുകൾ, ഹോസ്പിറ്റാലിറ്റി, അപ്പാർട്ട്മെന്റുകൾ, റിസോർട്ടുകൾ, മറ്റു താമസ സൗകര്യങ്ങൾ ഒരുക്കുന്ന കേന്ദ്രങ്ങൾ എന്നിവയ്ക്കാണ് പ്രധാനമായും ഈ ഇളവ് ലഭിക്കുക. ഇതോടൊപ്പം ഫാർമസികൾ, മറ്റാരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിനോദ വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയും 24 മണിക്കൂർ പ്രവർത്തനത്തിനുള്ള ഫീസ് ഒടുക്കുന്നതിൽ നിന്നും മന്ത്രാലയം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. മുനിസിപ്പൽ ലൈസൻസിംഗ് നടപടിക്രമങ്ങളുടെ ഭാഗമായി പുതിയതായി അംഗീകരിച്ച ചട്ടങ്ങളനുസരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട നഗരസഭയുടെ സുരക്ഷാ വിഭാഗങ്ങളുടെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. അർദ്ധരാത്രി 12 മണി മുതൽ പുലർച്ചെ 5 മണി വരെയുള്ള സമയത്ത് പ്രവർത്തിക്കുന്നതിനായാണ് 24 മണിക്കൂർ പെർമിറ്റ് ബാധകമാകുന്നത്. എന്നാൽ വിശുദ്ധ റംസാൻ മാസത്തിലും പെരുന്നാൾ അവധി ദിനങ്ങളിലും ഈ സമയ നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതല്ല. സൗദി തൊഴിൽ നിയമങ്ങൾക്കും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീരുമാനങ്ങൾക്കും വിധേയമായി മാത്രമായിരിക്കും രാത്രി സമയങ്ങളിലെ തൊഴിൽ ക്രമീകരണങ്ങൾ അനുവദിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി ആകർഷകമായ ഓഫറുകളുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. എക്സ്പ്ലോർ മോർ സെയിൽ ആരംഭിച്ചു. രാജ്യാന്തര റൂട്ടുകളിലെ ടിക്കറ്റ് നിരക്കിൽ 15% വരെ കിഴിവാണ് എക്സ്പ്ലോർ മോർ സെയിലിലൂടെ യാത്രക്കാർക്ക് ലഭിക്കുന്നത്. 2027 മാർച്ച് 27 വരെയുള്ള കാലയളവിലെ യാത്രകൾക്കാണ് ഈ കിഴിവ് ലഭിക്കുക. ഇതിനായി ജൂലൈ 9 വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ് എന്നിവ വഴിയും ബുക്കിംഗ് ചാനലുകൾ വഴിയും ഓഫർ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. എക്സ്പ്രസ് ലൈറ്റ്, എക്സ്പ്രസ് വാല്യൂ നിരക്കുകളിലാണ് ഈ പ്രത്യേക ആനുകൂല്യം ഒരുക്കിയിരിക്കുന്നത്. ഈ ഓഫർ കാലയളവിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് കൺവീനിയൻസ് ഫീ നൽകേണ്ടതില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഇതിനു പുറമെ ബുക്ക് ചെയ്ത യാത്രാതീയതി മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു തവണ യാതൊരു അധിക നിരക്കും കൂടാതെ സൗജന്യമായി അതിനുള്ള അവസരവും എയർലൈൻ നൽകുന്നുണ്ട്. ടാറ്റ ന്യൂ പാസ് അംഗങ്ങൾക്ക് 500 രൂപ വരെയുള്ള അധിക ഡിസ്കൗണ്ടും ഒപ്പം 8% വരെ ന്യൂ കോയിനുകളും സ്വന്തമാക്കാൻ സാധിക്കും. ഇന്ത്യയിലെ 43 വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുള്ള ആഭ്യന്തര സർവീസുകൾക്ക് പുറമെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമായി ആഴ്ചയിൽ 820 അന്താരാഷ്ട്ര സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത്. ബാങ്കോക്ക്, ഫുക്കറ്റ്, സിംഗപ്പൂർ, ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമായും സർവീസുകളുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ദുബായിൽ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന നോൾ കാർഡ് ഡിജിറ്റലാകുന്നു. പദ്ധതിയുടെ 72% പ്രവർത്തനങ്ങളും പൂർത്തിയായതായി ദുബായ് RTA അറിയിച്ചു. UAEയിലെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊരുങ്ങി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. നിലവിലുള്ള പ്ലാസ്റ്റിക് കാർഡ് അധിഷ്ഠിത ടിക്കറ്റിംഗ് നോൾ സംവിധാനത്തെ അത്യാധുനിക ഡിജിറ്റൽ അക്കൗണ്ട് ടിക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനുള്ള നവീകരണ പദ്ധതിയുടെ 72% ജോലികളും പൂർത്തിയായതായി RTA അറിയിച്ചു. 2027 ആദ്യ പാദത്തോടെ പദ്ധതിയുടെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകും. പുതിയ സംവിധാനം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുന്നതോടെ യാത്രക്കാർക്ക് പ്ലാസ്റ്റിക് കാർഡുകളെ മാത്രം ആശ്രയിക്കേണ്ടി വരില്ല. QR കോഡ്, ഡിജിറ്റൽ വാലറ്റുകൾ, ബാങ്ക് കാർഡുകൾ എന്നിവ ഉപയോഗിച്ച് എളുപ്പത്തിൽ യാത്ര ചെയ്യാം. ഭാവിയിൽ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ പോലുള്ള ബയോമെട്രിക് സാങ്കേതിക വിദ്യകളും ഇതിന്റെ ഭാഗമാകും. മെട്രോ, ബസ്, വാട്ടർ ടാക്സി തുടങ്ങിയ പൊതുഗതാഗതത്തിന് പുറമെ നോൾ കാർഡുകൾ ഉപയോഗിച്ചുള്ള മറ്റ് പേയ്മെന്റുകളും ഇതിലൂടെ കൂടുതൽ എളുപ്പമാകും. യാത്രക്കാർക്ക് സ്വന്തം അക്കൗണ്ടുകൾ ഡിജിറ്റലായി ക്രമീകരിക്കാനും കുടുംബാംഗങ്ങളുടെ കാർഡുകൾ ഇതുമായി ബന്ധിപ്പിക്കാനും സാധ്യമാകുന്ന ഫാമിലി അക്കൗണ്ട് സൗകര്യവും ലഭ്യമാകും. കൂടാതെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച് ബാലൻസ് തീരുന്ന മുറയ്ക്ക് ഓട്ടോമാറ്റിക്കായി പണം റീചാർജ് ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് ടോപ്പ് അപ്പ് സംവിധാനവും ഇതിലുണ്ട്. കാർഡുകൾ നഷ്ടപ്പെട്ടാൽ എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാനും അക്കൗണ്ടിലെ ബാലൻസ് സുരക്ഷിതമായി തിരിച്ചുപിടിക്കാനും പുതിയ അക്കൗണ്ട് അധിഷ്ഠിത സംവിധാനത്തിലൂടെ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.